എബൌട്ട് എന്ന വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. സംസാരിക്കുമ്പോഴായാലും എഴുതുമ്പോഴായാലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് എബൌട്ട്. പക്ഷേ എബൌട്ട് ഏതെല്ലാം സിറ്റുവേഷനിൽ ഉപയോഗിക്കാം, അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ലെസൺ. എബൌട്ട് ഏതൊക്കെ സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കും, എങ്ങനെ കറക്റ്റായിട്ട് എബൌട്ട് ഉപയോഗിക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എബൌട്ട് എന്ന വാക്ക് നമുക്ക് പ്രെപ്പോസിഷനായിട്ട് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് ആഡ്വേർബായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് പ്രെപ്പോസിഷനായിട്ട് എബൌട്ട് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കില്ലേ. അതിനെക്കുറിച്ച്, അതിനെപ്പറ്റി എന്ന് ചോദിക്കുന്നത് റിഗാർഡിങ് അല്ലെങ്കിൽ കൺസേണിങ്, വിത്ത് റെഫറൻസ് ടു എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ പ്രെപ്പോസിഷനായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഉപയോഗം ആണ് അത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റൻസസ് നോക്കാം. നിങ്ങൾക്ക് ആ ആക്സിഡൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഡു യു നോ എനിത്തിങ് എബൌട്ട് ദിസ് ആക്സിഡൻറ്റ്? ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു നോ എനിത്തിങ് എബൌട്ട് ദിസ് ആക്സിഡൻറ്റ്? ആക്സിഡൻറ്റിനെ കുറിച്ച്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഐ ഹാവ് നത്തിങ് ടു സേ എബൌട്ട് ദിസ് മാറ്റർ. ഐ ഹാവ് നത്തിങ് ടു സേ എബൌട്ട് ദിസ് മാറ്റർ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഈ മാറ്ററിനെ സംബന്ധിച്ച്, ഈ മാറ്ററിനെ കുറിച്ച്. ഇനി എബൌട്ട് ചില വാക്കുകളോട് ചേർന്ന് വരാറുണ്ട്, ചില വേർബുകളോട് ചേർന്ന് വരാറുണ്ട്, ചില അഡ്ജക്റ്റീവ്സിനോട് ചേർന്നിട്ടും വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ കംപ്ലെയിൻ എബൌട്ട്, കംപ്ലെയിൻ എന്ന വേർബിനോട് ചേർത്തിട്ട് എബൌട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹി നെവർ കംപ്ലെയിൻസ് എബൌട്ട് ഹിസ് പെയിൻ. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പെയിനിനെ പറ്റി, പെയിൻ മീൻസ് വേദന, അതിനെക്കുറിച്ച് ഒന്നും കംപ്ലെയിൻ ചെയ്യാറില്ല. കൺസേൺഡ് എബൌട്ട്, ഐ ആം കൺസേൺഡ് അബൌട്ട് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെക്കുറിച്ച് ആശങ്കയിലാണ്. ഹാപ്പി എബൌട്ട്, ഐ ആം ഹാപ്പി അബൌട്ട് മൈ ട്രിപ്പ്. ഐ ആം ഹാപ്പി അബൌട്ട് മൈ ട്രിപ്പ്, ഞാൻ എൻ്റെ ട്രിപ്പിനെ കുറിച്ച് വളരെ സന്തോഷത്തിലാണ്. ഹാപ്പി എബൌട്ട്. എക്സൈറ്റഡ് എബൌട്ട്, ഹീ ഈസ് എക്സൈറ്റഡ് അബൌട്ട് ഹിസ് മൂവി. അദ്ദേഹത്തിൻ്റെ മൂവിയെക്കുറിച്ച് എക്സൈറ്റ്മെൻറ്റിലാണ്, എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ടോക്ക് എബൌട്ട്, വാട്ട് ആർ യു ടോക്കിംഗ് എബൌട്ട്? എന്താണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ടോക്ക് എബൌട്ട്. ഐ ആം തിങ്കിങ് എബൌട്ട് യു, ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. തിങ്ക് എബൌട്ട്. ആസ്ക് എബൌട്ട്, ഷീ ആസ്ക് മീ എബൌട്ട് യു, നിന്നെക്കുറിച്ച് അവൾ എന്നോട് ചോദിച്ചു. ആസ്ക് എബൌട്ട്. ചില വേർഡ്സിൻ്റെ ഒപ്പം എബൌട്ട് യൂസ് ചെയ്യാറുണ്ട്, അത് തെറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന, എബൌട്ട് ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസ് പറയാം. അവെയർ, ഷീ ഈസ് നോട്ട് അവെയർ ഓഫ് ദ റൂൾസ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞാൽ അവൾ റോഡിൻ്റെ റൂൾസിനെ പറ്റിയൊന്നും അവൾക്ക് അറിയില്ല. ഷീ ഈസ് നോട്ട് അവെയർ ഓഫ് ദ റൂൾസ് ഓഫ് ദ റോഡ്. ഇവിടെ അവെയർ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് എന്ന പ്രെപ്പോസിഷനാണ് യൂസ് ചെയ്തത്. പക്ഷേ പലരും അവെയർ എബൌട്ട് എന്ന് യൂസ് ചെയ്യാറുണ്ട്, അത് തെറ്റാണ്. ഹാവ് യു കൺസിഡേർഡ് ചേഞ്ചിങ് യുവർ കരിയർ? നിങ്ങളുടെ ജോലി ഒന്ന് മാറുന്നതിനെപ്പറ്റി നിങ്ങൾ അത് പരിഗണനയിലുണ്ടോ എന്നാണ്. ഇവിടെ കൺസിഡേർഡ് കഴിഞ്ഞിട്ട് എബൌട്ട് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അവിടെ ഒരു പ്രെപ്പോസിഷൻ്റെ ആവശ്യം ഇല്ല. ഹാവ് യു കൺസിഡേർഡ് ചേഞ്ചിങ് യുവർ കരിയർ എന്ന് മാത്രം മതി. ഡിസ്ക്രിപ്ഷൻ, ക്യാൻ യു ഗിവ് മീ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബാഗ്? ആ ബാഗിനെ പറ്റി എനിക്കൊരു ഡിസ്ക്രിപ്ഷൻ തരാമോ എന്നാണ്. ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം തരാമോ. പക്ഷേ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ഓഫ് ഉപയോഗിച്ചു. അവിടെ ചില ആളുകൾ എബൌട്ട് ഉപയോഗിക്കാറുണ്ട്. ഡിസ്ക്രിപ്ഷൻ എബൌട്ട്, അതിൻ്റെ ആവശ്യമില്ല, അത് റോങ് ആയിട്ടുള്ള സെൻറ്റൻസ് ആകും. ഐ ആം ഡിസ്ക്രൈബിങ് ദിസ് പിക്ചർ, ഞാൻ ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഡിസ്ക്രൈബിങ് കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷന് ആവശ്യമില്ല, പക്ഷേ ഡിസ്ക്രൈബിങ് എബൌട്ട് ദിസ് പിക്ചർ എന്ന് റോങ് ആയിട്ട് ചിലരൊക്കെ ഉപയോഗിക്കാറുണ്ട്. എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഐ ഹാവ് നോ എക്സ്പീരിയൻസ് ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടികളെ നോക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നാണ്. ഐ ഹാവ് നോ എക്സ്പീരിയൻസ് ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ദ ചിൽഡ്രൻ.
അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് എന്താ? ഓഫ് എന്ന പ്രപ്പോസിഷനാണ്. പക്ഷേ ചില ആളുകളൊക്കെ എക്സ്പീരിയൻസ് എബൌട്ട് ഉപയോഗിക്കാറുണ്ട്. അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മെൻഷൻ, ഷീ ഡിഡിൻറ്റ് മെൻഷൻ വേർ ദ കീസ് വേർ. എവിടെയാണ് കീസ് എന്നത് എന്നോട് സൂചിപ്പിച്ചില്ല. ഷീ ഡിഡിൻറ്റ് മെൻഷൻ. ഇവിടെ മെൻഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷനും ആവശ്യമില്ല. ചിലർ മെൻഷൻ എബൌട്ട് എന്ന് യൂസ് ചെയ്യും, അത് റോങ് ആണ്. ഡിസ്കസ്, ഐ ആം ഡിസ്കസിങ് ദിസ് മാറ്റർ. ഞാൻ ഈ മാറ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കസിങ് കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷനും വേണ്ട. അവിടെ നമ്മൾ റോങ് ആയിട്ട് ചിലർ ഡിസ്കസിങ് എബൌട്ട് ദിസ് മാറ്റർ എന്ന് ഉപയോഗിക്കാറുണ്ട്, അത് റോങ് ആണ്. ഇനി എബൌട്ട് എന്നത് ഒരു ആഡ്വേർബായിട്ട് ഉപയോഗിക്കാം. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മൾ ടൈമിനെ പറ്റി പറയുമ്പോൾ, നമ്പറിനെ പറ്റി പറയുമ്പോൾ, സൈസിനെ പറ്റി പറയുമ്പോൾ, ക്വാണ്ടിറ്റിയെ പറ്റി പറയുമ്പോൾ ഒക്കെ നമുക്ക് ഏകദേശം എന്ന അർത്ഥത്തിൽ എബൌട്ട് ഉപയോഗിക്കാം. ഒരു അപ്രോക്സിമേറ്റ്, നോട്ട് സ്പെസിഫിക് എന്ന മീനിങ് ആണ് അവിടെ. ദർ വേർ എബൌട്ട് 20 പീപ്പിൾ അറ്റ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ 20 പീപ്പിൾ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് 20 എന്ന നമ്പർ നമ്മൾ പറയുകയാണ്. പക്ഷേ ദർ വേർ എബൌട്ട് 20 പീപ്പിൾ അറ്റ് ദ പാർട്ടി എന്ന് പറഞ്ഞാലോ, അവിടെ നമ്മൾ എബൌട്ട് ആഡ് ചെയ്തു. അവിടെ 20 പീപ്പിൾ കൃത്യമായ ഒരു കണക്കല്ല, നമുക്കറിയില്ല കൃത്യമായ കണക്ക്, ഒരു ഏകദേശം. അപ്പോൾ അത് 19 ആകാം, 18 ആകാം, 21 ആകാം. അതാണ്. അപ്പോൾ എബൌട്ട് എന്ന ഒരു വേർഡ് അവിടെ നമ്മൾ ഉപയോഗിക്കാം. അപ്രോക്സിമേറ്റ് ആണ്, അത് വളരെ സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന്. ദ മിൽക്ക് ഈസ് എബൌട്ട് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ആ മിൽക്ക് ഏകദേശം 1 ലിറ്റർ ഉണ്ട് എന്നാണ്. ഏകദേശം, ഓൾമോസ്റ്റ്. അപ്പോൾ 1 ലിറ്റർ, അതിൽ കുറച്ച് കുറയാം, കുറച്ച് കൂടാം. ദ മിൽക്ക് ഈസ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 1 ലിറ്റർ ഉണ്ട് എന്നാണ്. ഇറ്റ് വാസ് എബൌട്ട് 10 PM എന്ന് പറഞ്ഞാൽ 10 PM കൃത്യമായ ഒരു ടൈമല്ല ആ പറയുന്നത്, അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണ്. ഏകദേശം ഒരു 10 മണി എന്ന്, ഏകദേശം. എബൌട്ട് 10 PM. പിന്നെ എബൌട്ടിന് വേറൊരു ഉപയോഗമുണ്ട്, വളരെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗം അല്ല അത്. അതിൻ്റെ മീനിങ് എറൗണ്ട് എന്ന മീനിങ്ങിലാണ്. ഐ വാസ് തിങ്കിങ് അബൌട്ട് ഓൾ ദ പൊല്യൂഷൻ ഫ്ലോട്ടിംഗ് എറൗണ്ട് ദ എയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്ലോസ് ടു എന്ന മീനിങ് ആണ് അവിടെ. പൊല്യൂഷൻ, നമ്മൾ എല്ലാത്തിനായ തിങ്കിങ് എബൌട്ട്, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ വാസ് തിങ്കിങ് അബൌട്ട് ദ പൊല്യൂഷൻ ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് എബൌട്ട് ഇൻ ദ എയർ. ഇവിടെ ഫ്ലോട്ടിംഗ് എബൌട്ട് എന്ന് പറയുന്നത് എറൗണ്ട് എന്ന മീനിങ്ങിലാണ്. പൊല്യൂഷനെ പറ്റി, അതിനെപ്പറ്റി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എബൌട്ട് എന്നാണ് യൂസ് ചെയ്തത്. അത് എറൗണ്ട് എന്ന ഒരു മീനിങ്ങിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ദ വിസിനിറ്റി ഓഫ് അല്ലെങ്കിൽ ക്ലോസ് ടു, അടുത്ത് എന്ന മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി എബൌട്ട് എന്നതിൻ്റെ ഒരു ഉപയോഗം ബി എബൌട്ട് ടു എന്ന് ഉപയോഗിക്കുമ്പോഴാണ്. ബി എബൌട്ട് ടു എന്ന് പറയുമ്പോൾ ബി എന്നതിന് നമുക്ക് ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ അതെവിടെയാണ് ഉപയോഗിക്കുന്നത്? അവിടെ എബൌട്ട് ടു കഴിഞ്ഞാൽ വേർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. ഐ ആം എബൌട്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ നിൽക്കുകയാണ്, ഇപ്പോൾ തന്നെ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ, പെട്ടെന്ന് തന്നെ അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ പോകാൻ നിൽക്കുകയാണ്. ഐ ആം എബൌട്ട് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ. ഐ ആം എബൌട്ട് ടു റൈറ്റ്. ഐ സബ്ജക്റ്റ് ആയപ്പോൾ ആം ഉപയോഗിച്ചു. ഹീ ആയിരുന്നെങ്കിൽ ഹീ ഈസ് എബൌട്ട് ടു ഗോ, ഹീ ഈസ് എബൌട്ട് ടു റൈറ്റ്, ഹീ ഈസ് എബൌട്ട് ടു ലീവ്, പോകാൻ പോവുകയാണ്. അപ്പോൾ ഹീ ഈസ്. അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം ഉപയോഗിക്കാം പ്രസൻറ്റ് ടെൻസിൽ. ഹീ, ഷീ, ഇറ്റ് ഒക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ ഈസ് ഉപയോഗിക്കാം. യു ആണ് സബ്ജക്റ്റ് എങ്കിൽ ആർ ഉപയോഗിക്കാം. വി ആണ് സബ്ജക്റ്റ് എങ്കിൽ ആർ ഉപയോഗിക്കാം. ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആർ ഉപയോഗിക്കാം. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ഏതെങ്കിലും ആണെങ്കിലും നമുക്ക് ആറ് തന്നെ ഉപയോഗിക്കാം പ്രസൻറ്റ് ടെൻസിൽ. ഐ ആം എബൌട്ട് ടു, യു ആർ എബൌട്ട് ടു, വി ആർ എബൌട്ട് ടു, ദേ ആർ എബൌട്ട് ടു, ഹീ ഈസ് എബൌട്ട് ടു, ഷീ ഈസ് എബൌട്ട് ടു. അങ്ങനെ സിംഗുലർ സബ്ജക്ട്സ് ഏതെങ്കിലും ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം. ഇനി പാസ്റ്റ് ടെൻസിൻ്റെ കാര്യം. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐ, അതുപോലെ ഹീ, ഷീ ഒക്കെയാണ് സബ്ജക്റ്റ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം. ഐ വാസ് എബൌട്ട് ടു ഗോ, ഞാൻ പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു, ഞാൻ പോകാൻ പോകുകയായിരുന്നു എന്ന് പറയില്ലേ, ഐ വാസ് എബൌട്ട് ടു ഗോ. പ്ലൂറൽ സബ്ജക്ട്സ് യു, വി,
ദേ പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് വേർ ഉപയോഗിക്കാം. ദേ വേർ എബൌട്ട് ടു ഗോ, അങ്ങനെ. വി വേർ എബൌട്ട് ടു ഗോ. ഹി വാസ് എബൌട്ട് ടു കോൾ ഹെർ. അവൻ അവളെ വിളിക്കാൻ പോവുകയായിരുന്നു. ഹി വാസ് എബൌട്ട് ടു കോൾ ഹെർ. നോക്കൂ, എബൌട്ട് ടു കഴിഞ്ഞിട്ട് കോൾ, അത് അവിടെ ബേസ് ഫോമാണ് വേർബിൻ്റെ ഉപയോഗിക്കേണ്ടത്. ദേ വേർ എബൌട്ട് ടു ഫോൺ ദ പോലീസ്. അവർ പോലീസിനെ വിളിക്കാൻ പോവുകയായിരുന്നു, ഫോൺ ചെയ്യാൻ പോവുകയായിരുന്നു. ദേ വേർ പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് വേർ ഉപയോഗിച്ചു. അപ്പോൾ എബൌട്ട് ടു ഉപയോഗിക്കുമ്പോൾ നമുക്ക് എബൌട്ട് എന്ന വാക്കിൻ്റെ ഒരു ഉപയോഗം ഉണ്ട്. അപ്പോൾ ഐ വാസ് തിങ്കിങ് എബൌട്ട് യു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ അത് പ്രപ്പോസിഷനാണ്. ഞാൻ നിന്നെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, നിന്നെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഐ വാസ് തിങ്കിങ് എബൌട്ട് യു, അവിടെ എബൌട്ട് പ്രപ്പോസിഷനാണ്. ഐ വാക്ക്ഡ് എബൌട്ട് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 2 കിലോമീറ്റർ നടന്നു എന്നാണ്. അവിടെ മീനിങ് ഏകദേശം. അവിടെ ആഡ്വേർബായിട്ടാണ് എബൌട്ട് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം എബൌട്ട് ടു വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഐ ആം എബൌട്ട് ടു വാക്ക്. നോക്കൂ, അവിടെ പ്രപ്പോസിഷനും ആഡ്വേർബും ഒന്നുമല്ല, അവിടെ അഡ്ജക്റ്റീവായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എബൌട്ട് എന്ന ഒരു വേർഡിൻ്റെ യൂസസിനെ പറ്റി മനസ്സിലായല്ലോ.